الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഞാനും നിങ്ങളും ഇപ്പോൾ ആയുസ്സും ആഫിയത്തോടു കൂടി ഇരിക്കുന്നത് ഈ പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും അവസാനത്തെ ജുമായിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിൽ ഒരു സാധാരണ മനുഷ്യന് എന്തെല്ലാം അള്ളാഹുവിന് ഇബാദത്തായി നിർവഹിക്കാൻ കഴിയുമോ അത് മുഴുവൻ നിർവഹിക്കാൻ പരിശ്രമിച്ചവർ എന്നുള്ള നിലക്ക് തന്നെ പച്ചയായ മനുഷ്യർ എന്നുള്ളത് കൊണ്ട് പാകപ്പിഴവുകളും ഉണ്ടാകാം. എല്ലാവിധ ന്യൂനതകളും പരിഹരിച്ച് പരിശുദ്ധമായ റമദാനിലെ ഈ ദിനരാത്രങ്ങൾ മുഴുവനും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വരാനിരിക്കുന്നത് അതിനേക്കാൾ മുഹൂർത്തമേറിയ മണിക്കൂറുകളാണ്. മണിക്കൂറുകളായതുകൊണ്ടാണ് അതിന് ഗാംഭീര്യമുള്ളത്. മാസമായപ്പോൾ അത്ര വിലക്കുറവ് ഉണ്ടായിരുന്നു, അത് ആഴ്ചയിലേക്ക് ചുരുങ്ങി. ഇനി ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. അതിൽ തന്നെ മുസ്ലിം സമൂഹം പൊതുവിൽ ഏറ്റവും വലിയ സവിശേഷത കൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തിൽ കൂടിയാണുള്ളത് എന്ന് പറഞ്ഞാൽ 27 വെള്ളിയാഴ്ചയുമാണ് എന്നർത്ഥം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇനി പരിശുദ്ധ റമദാനിന് എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നാം ഒരുങ്ങി, എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കവും കഴിഞ്ഞു. പക്ഷേ പരിശുദ്ധമായ റമദാനിനെ പറഞ്ഞേക്കാൻ മാത്രം മതിയായ ഒരുക്കം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം. നമ്മളൊക്കെ ഇന്ന് ആത്മവിചാരണയ്ക്കും ആത്മപരിശോധനയ്ക്കും സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ഈ ആരോഗ്യവും അവസ്ഥയും ഇനിയൊരു റമദാൻ അനുഭവിക്കാൻ നമുക്ക് കൂടെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നമുക്കുണ്ടാകണം. ഇതിൽ നാം നിർവഹിച്ച നമ്മുടെ സൗമ്, സ്വലാത്തുൽ ജമാഅത്ത്, തിലാവത്തുൽ ഖുർആൻ, സദഖ,
തുടങ്ങി ഇങ്ങനെ ദിക്റുകൾ, ഔറാദുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, തഹ്മീദുകൾ തുടങ്ങി അനക്കത്തിലും ഇളക്കത്തിലുമൊക്കെ ഞാനൊരു റമദാൻ മാസത്തിലാണ് എന്ന ഒതുക്കം നമുക്കുണ്ടായിരുന്നു. അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സന്നിവേശിപ്പിക്കുവാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 59-ാമത്തെ സൂറത്ത് ഹശറിലെ 18-ാമത്തെ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന താക്കീതും റമദാനിന്റെ പിൻവിളിയുമാണത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പിന്നെ ആരാ സഹോദരന്മാരെ സൂക്ഷിക്കാം? മുഅ്മിനും മുത്തഖിയും മുസ്ലിമും അല്ലാത്ത വേറൊരാൾക്ക് പടച്ചോനെ സൂക്ഷിക്കാൻ കഴിയും? ആ പടച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവർ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ പറഞ്ഞത്. മുഅ്മിനുകളായ ആളുകളെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും നോക്കണം. വീട്ടിലേക്ക് ആഹാര സാധനങ്ങൾ വാങ്ങാൻ, വസ്തുവകകൾ വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, ടാക്സ് അടക്കാൻ, നികുതി അടക്കാനൊക്കെ ഒരാൾ മതി. ഇവിടെ അത് പോരാ. ഓരോരുത്തരും നോക്കണം. ബാപ്പ നോക്കണം, ഉമ്മ നോക്കണം, മക്കൾ ഓരോരുത്തരും നോക്കണം. എന്താ നോക്കേണ്ടത്? നാളേക്ക് വേണ്ടി മുൻകൂട്ടി വെച്ചത് എന്താണ് എന്നറിയില്ല. ഒരു മകന് ഒരു മകൾക്ക് വേണമെങ്കിൽ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ മയ്യത്ത് കുളിപ്പിച്ച് വളരെ നല്ല രൂപത്തിൽ സംസ്കരിച്ച് ആത്മാർത്ഥമായി മയ്യത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് ഇറക്കി വെച്ചതിന്റെ മൂടുകല്ലുകൾ ഓരോന്നോരോന്നായി മൂടിയെടുത്ത് തിരിച്ചു വരുന്ന 3 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് വരുന്ന അവിടെ നടക്കുന്ന ഭയാനകമായ അവസ്ഥയെ പ്രതിരോധിക്കാൻ ഒരു മകനും കഴിയില്ല, ഒരു മകൾക്കും കഴിയില്ല. സ്വന്തം ഉദരത്തിൽ 9 ചില്ലാനം മാസം കൊണ്ടു നടന്ന പേറ്റുനോവിന്റെ വിലയറിഞ്ഞ മുലപ്പാൽ രക്തം മുലപ്പാലാക്കി നൽകിയ ഒരു ഉമ്മ സ്വന്തം മകനെ മയ്യത്തുകട്ടിലേക്കാണ് ഇറക്കാൻ വേണ്ടി വിട്ടുകൊടുത്താൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു ഉമ്മാക്കും മക്കൾക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല. അവിടെ ഉമ്മ ചെയ്തതെന്താ? അത് ഉമ്മാക്ക്. ബാപ്പ ചെയ്തതെന്താ? ബാപ്പാക്ക്. ഭാര്യ ചെയ്തത് ഭാര്യക്ക്. ഭർത്താവ് ചെയ്തത് ഭർത്താവിന്. കുടുംബ ബന്ധങ്ങൾക്ക് വിലകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു ജീവിതമല്ല അവിടുന്ന് അങ്ങോട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുക, വൽ തൻദുർ നഫ്സുൻ, നിങ്ങൾ ഓരോരുത്തരും ആത്മാവിനോട് ചോദിക്കണം, സ്വന്തം ശരീരത്തോട് ചോദിക്കണം, സ്വന്തം ജീവിതത്തോട് ചോദിക്കണം. മാ ഖദ്ദമത് ലിഗദിൻ, ഇരുന്ന് പറഞ്ഞില്ലേ നമ്മള് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയാത്ത ഒരു മുസ്ലിം ഉണ്ടോ? പടച്ചോനെ ഞാൻ മുൻകൂട്ടി ചെയ്തതും. എന്താ മുൻകൂട്ടി ചെയ്തത്? കണക്കിലെടുത്ത് നോക്ക്. അവിടെ കറുത്ത കരിമ്പാറക്കെട്ടിന്റെ പാപമലകളല്ലാതെ മറ്റെന്താണ് ബാക്കിയുള്ളത് എന്ന് അന്വേഷിക്കണം. ചെയ്യാതെ ബാക്കി വെച്ചതും നന്മകളല്ലേ ഉള്ളൂ. ചെയ്യാതെ ബാക്കി വെച്ചത് നന്മകളും ചെയ്തു കൂട്ടിയത് തിന്മകളും. ചെയ്തു കൂട്ടിയത് നന്മകളും ചെയ്യാതെ വെച്ചത് തിന്മകളുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നാളെ പരിതപിക്കുന്ന ഒരു ലോകം വരാനിരിക്കുന്നുണ്ട്. അവിടെയാണല്ലോ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ അനക്കവും അടക്കവും ഒക്കെ വളരെ കൃത്യമായി പിക്ചറൈസ് ചെയ്യുന്ന സൂക്ഷ്മജ്ഞാനിയായ പടച്ച റബ്ബാണ് നമുക്കുള്ളത് എന്ന ബോധം വിലയേറിയ ഉപദേശമാണിത്. നാം മാറിയോ? നാം കഴിഞ്ഞൊരു മാസം കൊണ്ട് കഴിഞ്ഞ ആയുഷ്കാലത്തിന്റെ ജീവിതത്തിൽ നമുക്കെന്തു മാറ്റമാണുള്ളത്? ഒരു 35 വയസ്സായ മനുഷ്യൻ 34 കൊല്ലക്കാലം ജീവിച്ചതുപോലെ തന്നെയാണ് ഇനി 36ാമത്തെ കൊല്ലക്കാലത്തും ജീവിക്കാൻ പോകുന്നത് എങ്കിൽ ഒരു വ്യത്യാസവുമില്ല. എങ്കിൽ അടിക്കാൻ കൊടുത്ത ഷർട്ട്, എടുത്ത ഷർട്ടിന്റെ നമ്പർ എത്രയാ? അത് 42 ആണെങ്കിൽ അന്നും 42 ഇന്നും 42 പോരാ. ജീവിതത്തിലെത്താവാം, പക്ഷെ നാളെ പാരത്രികമായ ലോകത്ത് 42 പോരാ. അതും 48 പകരം 80ഉം 88ഉം ഒക്കെ ആയിട്ട് പരിവർത്തിക്കേണ്ടതുണ്ട്. ദീനിയായ രൂപത്തിൽ ജീവിക്കുന്ന അമലുകളുടെ എണ്ണത്തിന്റെ ഏറ്റവും അത്രയും കൂടുതൽ ഉണ്ടാകണം. അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുലേക്ക് അടുത്തിട്ടുണ്ടോ? അതല്ല ശവ്വാലിൽ ഉള്ളതുപോലെ തന്നെ ഒരു ബസിന്റെ പുറത്തേക്ക് വെച്ച പോലെ കീപ്പ് ഡിസ്റ്റൻസ്, ഒരകലം പാലിക്കുക. റബ്ബുമായിട്ടുള്ളൊരു വഴിദൂരം നമ്മൾക്ക് എപ്പോഴും ഉണ്ട്. ഒരു സമദൂരമാണ്. അത് ആരോടൊക്കെയാ? അള്ളാഹ്ക്കും സമദൂരം, ശൈത്വാനും സമദൂരം. അത് അപകടമാണ്. അള്ളാഹുവിനോടുള്ള ദൂരം കുറയ്ക്കുകയും ശൈത്വാനോടുള്ള ദൂരം കൂട്ടുകയും ചെയ്താൽ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പരിശുദ്ധ റമദാനോട് ചോദിക്കണം. നമ്മളോട് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. കണ്ണും കാതും നാവും കയ്യും കാലും ഒക്കെ അടക്കി വെക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് പ്രേരകമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. റമദാനിൽ മാത്രമല്ല, ഇനി ശേഷിക്കുന്ന ജീവിതം മുഴുവനും അങ്ങനെ ആവണം.
റമദാനിൽ മാത്രം ഒരു RSP കാരൻ, ഒരു സ്പെഷ്യൽ പാർട്ടിക്കാരൻ, അത് കഴിഞ്ഞാലോ പഴയതുപോലെ തന്നെ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസവും തൊപ്പിയും പിന്നെ കുപ്പിയും എന്ന് പറയാറുണ്ട് ചില നാടുകളിലൊക്കെ. അതുപോലെ ആകാനാണോ ജീവിതം? അല്ല. തോന്നിയതുപോലെ ജീവിച്ച് ഈ ഒരു റമദാൻ മാസത്തിൽ കുളിച്ചു കയറിയിട്ട് വീണ്ടും തോന്നിയതുപോലെ ജീവിക്കാനാണോ? അല്ല. മറിച്ച് ഇനി ഒരു തിരിച്ചുപോക്ക് തിന്മയിലേക്കില്ലെന്ന് ഉറപ്പിക്കാനും ഇനി ഒരു മുന്നോട്ടുള്ള ഗമനം ഒരു സെക്കൻഡ് പോലും പിന്തിക്കയില്ലെന്ന് നന്മകളോട് പറയാനുമുള്ള പ്രഖ്യാപനത്തിന്റെ മാസത്തിന്റെ പേരാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. അതുപോലെ തന്നെ മോഹം നിയന്ത്രിക്കാൻ, പിശാചിനെ പരാജയപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. റമദാന്റെ 1-ാം തീയതി ആയി കഴിഞ്ഞാൽ പിശാചിനെ ബന്ധിക്കും. ആ പിശാചിനെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഞാൻ എന്ന വ്യക്തിയിലേക്ക് വരാനാവാത്ത വിധം ബന്ധിക്കാൻ നമ്മുടെ പരിശുദ്ധമായ റമദാൻ കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കത്തിയാളുന്ന നരകത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ നമുക്ക് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ദൂരം അത് മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിസ്കാരവും മറ്റു ഇബാദത്തുകളും ഒക്കെ കൃത്യമായി ചെയ്യാൻ ശീലിപ്പിച്ചവരാ. പക്ഷേ പരിശുദ്ധ റമദാനിൽ പോലും നോമ്പ് പിടിച്ചിട്ടും നമസ്കരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ഏതകരാ നോമ്പ് പിടിച്ച് നേരം വെളുത്ത് വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ടും 5 നേരം നിസ്കാരം കൃത്യമല്ലാത്ത ആളുകൾ. സഹോദരങ്ങളെ, അത് കൃത്യമാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമദാൻ നൽകിയത്. അത് ഒരു മാസം മാത്രമല്ല, എല്ലാ മാസങ്ങളിലും ആ കൃത്യതയും കണിശതയും ഉണ്ടാകണം. ഇല്ലെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സുമറിലെ 55-ാമത്തെ ആയത്ത്, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്ന ഏറ്റവും നല്ലതിനെ നിങ്ങൾ അനുധാവനം ചെയ്ത് പിന്നാലെ കൂടണം, അതിനെ അനുഗമിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. ഒരു ഗ്രേസ് പീരിയഡ് അല്ലാഹു വെച്ചിട്ടുണ്ട്. എപ്പോ മടങ്ങണം, എങ്ങനെ മടങ്ങണം, ആ മാനസാന്തരം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ഖുർആനിലേക്ക് തിരിയാൻ ഇനിയും സമയമായിട്ടില്ല എന്ന അള്ളാഹുവിന്റെ ചോദ്യം സൂറത്തുൽ ഹശ്റിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിൽ പല ആളുകളും ഖത്തം തീർന്ന ആൾക്കാരാ. ഖുർആൻ പൂർണ്ണമായി ഒരു തല മുതൽ മറുതല വരെ ഓതിയ ആൾക്കാരാ. മറന്നുപോയി എങ്കിൽ ഇന്ന് പോയിട്ടൊന്ന് പരിശോധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്ത്, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ഫലാ തകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസദ ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അർത്ഥം ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയിട്ട് നോക്കും. അത് ആരോടുള്ള ചോദ്യമാണ്? അഷ്റഫുൽ ഖൽഖിനോടുള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഹാജിറുകളോടുള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അൻസാരികളോടുള്ള ചോദ്യം. ഈ പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങളുടെ മാനസാന്തരപ്പെടാൻ സമയമായിട്ടില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആൾക്കാർക്ക് പറയുന്നറിയോ, ഞങ്ങൾ മക്കയിൽ നിന്ന് ഒട്ടിയ വയറും പൊട്ടിയ വാളും കീറിയ തുണിയും മുട്ടുകാൽ വരെയുള്ളതുമായി എഴഞ്ഞിവിടെ എത്തിയിട്ട് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ആക്ഷേപിച്ചു തുടങ്ങി. എന്താ ആക്ഷേപിച്ചത്? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നമുക്ക് വേണ്ടതാ ശരീരം കൊണ്ടു നോക്കാൻ നമുക്ക് കഴിയും. ഉറക്കച്ചടവിൽ നിന്ന് നമ്മുടെ ശരീരത്തെ കൊണ്ടുവന്ന് സൊഫിൽ നിർത്താൻ നമുക്ക് കഴിയും. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അതിനിടയിൽ കൊണ്ടൊന്ന് വെക്കാൻ നമുക്ക് കഴിയും. കാരണം ഇടതും വലതും ആൾ സപ്പോർട്ട് ചെയ്യാണ്ട് വീണുപോയില്ല. പക്ഷെ ഹൃദയം അവിടെ കൊണ്ടുപോയി താങ്ങി വെക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടുണ്ടോ ഈ ഖുർആനിലേക്ക് തിരിച്ചു വരാനും എന്നാണ് റബ്ബിന്റെ ചോദ്യം. ആരോട്? അഷ്റഫുൽ ഖൽഖിനോട്, കൂടെയുള്ള സഹാബത്തിനോട്. എങ്കിൽ ഇന്നത് 1400 വർഷം കഴിഞ്ഞിട്ടും ആ ഖുർആനിൽ തന്നെയുണ്ട്. ഞാനും നിങ്ങളും അത് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോടാണ് ആ ചോദ്യം. അല്ലെങ്കിൽ എന്താ പറയാ, അദാബു ബഗ്തതൻ, അദാബു വേഗത്തിലായിരിക്കും വരിക. എന്താ ഇവിടുത്തെ അദാബ്? മരണമാണ്, യാതൊരു സംശയവുമില്ല. അൻ തഖൂല നഫ്സി യാ ഹസ്റത അലാ മാ ഫറതു ഫീ ജംബില്ലാഹ്. അതിന്റെ തൊട്ടുതായുള്ള ആയത്തിൽ എന്താ പറയാ? അല്ലെങ്കിൽ ഓരോ മനുഷ്യനും പറയും, എന്താ പറയാ? എന്റെ സങ്കടമേ, ഞാൻ അല്ലാഹുവിന്റെ കടമയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഞാൻ അല്ലാഹുവിന്റെ ആളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വഇൻ കുന്തു ലമിനസ്സാഖിരീൻ. ഇതൊക്കെ ഒരു ആവേശം. ഒരു ഖുതുബ കേട്ടു, നല്ല ഖുതുബ, എല്ലാവരും മാർക്ക് ഇട്ടു. ഖുതുബ സംസാരിച്ചവന് 100 മാർക്ക്. ജീവിതത്തിൽ എന്താ മെച്ചം? നാളെ റബ്ബ് പറയാം. അല്ലെങ്കിൽ ഈ പരലോകത്തെ സംബന്ധിച്ച് ചിന്തകളില്ലാത്ത ഒരുത്തൻ നാളെ പറയുന്ന പടച്ചോനെ, ഞാൻ കളിയാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ചിരിച്ചു തള്ളി. ഞാൻ കേട്ടു,
പക്ഷെ അത് എന്റെ ജീവിതത്തിലൊന്നുമില്ല. സഹോദരന്മാർ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്ക് എന്നൊരു അധ്യായം വെച്ചിട്ടുള്ളത്? നമ്മളിൽ ഏകദേശം 90% ആളുകൾക്ക് ബൈഹാത്ത് ഉണ്ടാവുമല്ലോ. ഖബറിലെ ശിക്ഷയിൽ രക്ഷപ്പെടാൻ ഉപകരിക്കുമെന്ന് പറയുന്നല്ലോ. അള്ളാഹുടെ പറയുന്ന ഒരു പറച്ചിലുണ്ട്, തകാദു തമയ്യസു മിനൽ ഗൈള കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നരകം അതിന്റെ ഉഗ്രകോപത്താൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പൊട്ടിത്തെറിച്ചു പോകുമാറാകും. ആ സമയത്ത് ആ നരകത്തിൽ പോകുന്ന ആളുകളോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുമത്രേ, അലം യഅതികും നദീർ, ഓ മനുഷ്യരെ, നിങ്ങൾക്ക് താക്കീത് ചെയ്യാൻ മലയാളത്തിൽ അറിയുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അറബി അറിയില്ല, വേറൊരു ഭാഷയും അറിയില്ലെങ്കിൽ നിങ്ങളുടെ മാതൃഭാഷയിൽ ഖുത്ബ പറഞ്ഞു തരാൻ, അത് കേൾക്കുന്ന ഒരു സംവിധാനം ഒരുക്കി തരാൻ, അതിനുള്ള സംവിധാനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ നാട്ടിൽ മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്ന പള്ളിയില്ല എന്ന് പറയുന്നവനും ഖുത്ബ കേൾക്കാനുള്ള പള്ളിയുണ്ട് എന്ന് പറയുന്ന ആളുകളും ഒരുപോലെയാവോ? എല്ലാ അവസരങ്ങളിലേക്ക് കടന്നു പോകുന്നത് അവരെന്താ പറയുന്നത്? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبനാ വഖൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഅ. അതൊക്കെ ഇങ്ങനെ അവഗണിച്ച് തള്ളി പടച്ചോടൊന്നും ഇറങ്ങിയിട്ടില്ലാന്ന് ഇതാ അങ്ങനെ മൂപ്പര് പറയുന്ന പോലെ പറയാന്നല്ലാതെ പ്രവാചകന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് ഉൾക്കൊണ്ടില്ല. الله وريعو تقول نفس حين ترى العذاب لو أن لي قرة فأكون من المحسنين. ശിക്ഷ നേരിൽ കാണുമ്പോഴാണ് അത്രേ ഓരോരുത്തർക്കും ബോധ്യം ഉണ്ടാവുക. ആ സമയത്ത് പറയും, ലൗ അന്നലി കറ, പടച്ചോനെ ഒന്നുകൂടി മടക്കി തന്നിരുന്നെങ്കിൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാം. ഒന്ന് മടക്കിത്തരാൻ എവിടുന്ന്? പരലോകത്തുകൊണ്ട് മടക്കി വരിക അസാധ്യമായ അസംഭവ്യമായ ഒരു കാര്യമാണ്. അല്ലാഹു പറയാ പരിശുദ്ധ ഖുർആൻ 32-ാമത്തെ സൂറത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഓതുന്നതാണ് കേട്ടോ. പുതിയതല്ല, കേൾക്കുന്നതിന് ആവർത്തിച്ച് ആ കേൾക്കുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതിലെ 11, 12 ആയത്തിൽ എന്താ പറയാ? മലക്കുൽ മൗത്തില്ലദീ വകില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഒരു ബ്ലോക്ക് കഴിഞ്ഞു വരാം, രണ്ടാമത് കീറാൻ നിൽക്കുന്നവരാ, മൂന്നാമത്തെ ചാൻസിന് കാത്തു നിൽക്കുന്നവരാ, 2ഉം 3ഉം ഒക്കെ കീറിയെടുത്ത് മാറ്റിയവരാ. എന്നാൽ പൂർണ്ണമായും പടച്ച തമ്പുരാൻ ശരീരത്തിൽ നിന്ന് റൂഹിനെ മാറ്റിയെടുക്കുന്ന സന്ദർഭം പറയാ, മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് നിങ്ങളെ പൂർണ്ണമായി പിടിക്കും. അല്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ ആ മലക്കിൽ ഏൽപ്പിച്ചു കൊടുത്തതാ. ഇനി എന്നോടൊന്നും പറയണ്ട. മലക്കിന്റെ പണി എന്താ? അള്ളാഹ് പറഞ്ഞ എന്താ അത് കേൾക്കുക, അതിന്റെ അപ്പുറത്തേക്കില്ല. ഒന്ന് വിളിച്ചു നോക്ക്, ഒന്ന് ചോദിച്ചു നോക്ക്, ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് റെക്കമെൻഡേഷൻ, ഒന്ന് സിമ്പതി, ഒന്നുമില്ല. മലക്കിനോട് അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് നിർവഹിക്കുക. ആ മലക്കിനോട് അള്ളാഹ് പറഞ്ഞു പിടിക്കാൻ പറഞ്ഞ പിടിക്കുക തന്നെ, എനിക്ക് അപ്പുറത്തേക്കില്ല. ആര് കരഞ്ഞിട്ടും കാര്യമില്ല. കാലിൽ 1.5 വയസ്സുള്ള കുട്ടികളെ പിടിച്ചു വലിച്ചു കരഞ്ഞിട്ട് മാതാവിനോട് മുലപ്പാൽ വേണമെന്ന് പറഞ്ഞാൽ റൂഹറ്റ് പോയ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് കുഞ്ഞിനറിയാമെങ്കിൽ പോലും ആ കരച്ചിൽ കണ്ടിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചു പോവോ? ഇല്ല. കുടുംബത്തിന്റെ അത്താണിയാണ് 25 വയസ്സായ 30 വയസ്സായ ചെറുപ്പക്കാരൻ. കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചാൽ ഉമ്മാന്റെ കരച്ചിലിന് പിന്നെ കാത്തു നിൽക്കില്ല, ഭാര്യയുടെ കണ്ണീരിന് പിന്നെ വില കൽപ്പിക്കുകയില്ല. നാട്ടുകാർ മുഴുവൻ ഒന്നടങ്കം സ്വരൂപിച്ച് കൂട്ടിയിട്ടും രക്ഷപ്പെടുത്താൻ വിചാരിച്ചാൽ ആ സമയം വരെ രക്ഷപ്പെടുത്തും, അതിന്റെ അപ്പുറത്തേക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. മരിക്കാൻ എന്തൊരു സുഖമായിരുന്നു. പല ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കുക. ഈ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങൾ തീർക്കാൻ മരണമാണ് ഒരു പരിഹാരം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കെട്ടിത്തൂങ്ങുന്ന ആളുകൾ, ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, വിഷം കഴിക്കുന്ന ആളുകൾ. എല്ലാത്തിന്റെയും പരിഹാരമാർഗം കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കിയതിനു ശേഷം ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാ ബാധ്യതയും തീർന്നു എന്ന് വിചാരിക്കുന്ന മൂഢന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞു എന്താ? തീരില്ല. അതാണ് പേടിപ്പെടുത്തുന്ന ചോദ്യം, പേടിപ്പെടുത്തുന്ന താക്കീത്. പിന്നെ നിങ്ങളെ കൊണ്ടുവരുന്നത് റബ്ബിലേക്കാണ്. അത് നിങ്ങൾ കത്തിച്ചാലും വേണ്ടില്ല, ചാരമാക്കിയാലും വേണ്ടില്ല, ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ധൂപമാക്കിയാലും വേണ്ടില്ല, ഏത് പുഴയെ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്താലും വേണ്ടില്ല, 6 മണ്ണിൽ കുഴിച്ചിട്ടാലും വേണ്ടില്ല. നാളെ പടച്ചോന്റെ മുമ്പിലേക്ക് ഇന്ന് ഈ ഭൂലോകത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതേ വ്യക്തിയായി, അതേ സ്വഭാവത്തോടുകൂടി, അതേ രൂപത്തിൽ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
അല്ലാഹു പറഞ്ഞെന്താ? വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. വലൗ തറാ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ആ രംഗം കണ്ടിരുന്നെങ്കിൽ. വിശ്വാസികളെ, നമ്മൾ നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരുമ്പോൾ അറിയാൻ പറ്റും. എന്താണ് ഇതിൽ മുജിരിമൂന, കുറ്റം ചെയ്ത ആളുകൾ പല രൂപങ്ങളിലും പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെ വരും? നാകിസൂ റൂസിഹിം, തല നേരെ കുത്തനെയാക്കിയിട്ട്, തല താഴ്ത്തി കുമ്പിട്ടിട്ട് നേരെ കുത്തനെയാക്കിയിട്ട് നിൽക്കും. ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അരികിൽ. എന്നിട്ട് അവര് പറയാം റബ്ബന അബ്സർന വസമിഅന ഫർജിഅന. പടച്ചോനെ, ഇപ്പൊ ഞങ്ങൾ കണ്ടു. ചില ആൾക്കാർ അങ്ങനെയാ, കണ്ടാലേ വിശ്വസിക്കുന്നു എന്ന് തോന്നും. പക്ഷെ കാണുന്ന എവിടുന്നറിയോ? തിരിച്ചു വരവില്ലാത്തൊരു ലോകത്ത്. കേട്ടാലേ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നാളെ പരലോകത്തെത്തുമ്പോൾ അവർ പറയാം റബ്ബന അബ്സർന, പടച്ചോനെ ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വസമിഅന, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, വഅബ്സർന, അതുകൊണ്ട് ഫർജിഅന, ഞങ്ങളൊന്ന് മടക്കിത്തായോ, നഅമൽ സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, പള്ളിയിൽ പോയിരിക്കാം, ഈത്തിക്കാഫിരിക്കാം, ഇനി അവിടുന്ന് നീറ്റ് വരൂല, എല്ലാ ദിവസവും നോമ്പ് പിടിക്കാം, മറ്റെല്ലാ ഇബാദത്തുകളും ചെയ്യാം, ഞങ്ങളെ ഒന്ന് മടക്കിത്തായോ. ഇന്നാ മൂഖിനൂൻ, ഞങ്ങളിപ്പോ ദൃഢവിശ്വാസികളാണ്. അവർക്ക് എന്താണത് അല്ലാഹു പറയാ? والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها. സൂറത്ത് യാസീനില്ലേ, അതിന്റെ തൊട്ട് 2 പേജ് മറിച്ചാൽ കിട്ടും. സൂറത്ത് ഫാത്തിർ 35-ാമത്തെ സൂറത്ത്, അതിലെ 35-ാമത്തെ ആയത്തിൽ പറയാം വല്ലദീന കഫർ. ഇതൊക്കെ ശരിയാന്ന് കേട്ടിട്ട് പിന്നെ ഒരു തിരിച്ചറിവില്ലാത്ത പോകലുണ്ടല്ലോ, അതിനാണ് കാഫിർ എന്ന് പറയാ. പേരൊന്നും വെട്ടണ്ട, റേഷൻ കാർഡൊന്നും വെട്ടണ്ട, ഐഡന്റിറ്റി കാർഡൊന്നും വെട്ടണ്ട, ജീവിതം കൊണ്ട് തെളിയിച്ചാൽ മതി. അത് മുസ്ലിം ആണെങ്കിലും മുഅ്മിനാണെങ്കിലും മുശ്രിക്കാണെങ്കിലും കാഫിറാണെങ്കിലും ഒക്കെ. അങ്ങനെ സത്യം ഇന്നതാണെന്ന് വ്യക്തമായതിനു ശേഷം അത് ഉൾക്കൊള്ളാതെ ജീവിതത്തിലേക്ക് മാറ്റി ജീവിതത്തെ പരിവർത്തിപ്പിക്കാതെ കേട്ടത് കാതിൽ കൂടി മാത്രം പറഞ്ഞയച്ച ആൾക്കാരുടെ സാങ്കേതികമായ പേര് കാഫിറാണെങ്കിലും രീതി ഇതാണ്. നാളെ പരലോകത്ത് എന്താ ഉണ്ടാവുക? ലഹും നാറു ജഹന്നം, ജഹന്നം എന്ന നരകത്തിലാണ് ഉണ്ടാവുക. അവര് ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. ആ നരകത്തിന്റെ കഠോരമായ ശിക്ഷകളെ സംബന്ധിച്ച് ഖുർആനിൽ പല ഭാഗത്തും അല്ലാഹു പറയുന്നുണ്ട്. അവരുടെ കുപ്പായം തീ കൊണ്ടായിരിക്കും, അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം തീയിൽ നിന്നായിരിക്കും, അവർ ധരിക്കുന്നതും ഉടുക്കുന്നതും പുതയ്ക്കുന്നതും ഭക്ഷണമൊക്കെ ഉണ്ടാവും. നമ്മൾ ആഴ്ചയിലും അതെ, തായാമിൻ ഇല്ലാമിൻ വലിയ ഒട്ടകം പോലും തിന്നാൻ മടിക്കുന്ന മുള്ളുകൾ നിറഞ്ഞ ഒരു തരം വൃക്ഷത്തിന്റെ പേരാണ് മരുഭൂമിയിലുള്ളത്. വരി, അത് തിന്നാ തൊണ്ടി കുരുങ്ങുന്നവർ, എന്നിട്ട് അതുപോലും തിന്നും മനുഷ്യൻ. മൂക്ക് പൊത്തിയാൽ പോലും ദുർഗന്ധം നിൽക്കുകയില്ല. വസ്ലീൻ എന്നുള്ളത്, അത് കുടിക്കും മനുഷ്യൻ. തീനത്തുൽ ഖബാൽ, മനുഷ്യന്റെ മജ്ജയും മാംസവും ശരീരവും വിയർപ്പും മലവും ചലവും മൂത്രവും എല്ലാം കൂടി സമന്വയിച്ച ദ്രാവകം അത് അല്ലാഹുവിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആ കെട്ടവെള്ളം കുടിച്ചിറക്കാൻ കഴിയാതെ കണ്ണുകൾ തുറിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഫയമൂതൂൻ, മരിക്കില്ല. ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. ഒരു ഇളവുമില്ല. അല്ലാഹു പറയാം, പ്രയാസം സഹിക്കാൻ വയ്യാതെ മാരകമായ രോഗങ്ങൾ തള്ളവരൽ നഖത്തിന്റെ അവിടുന്ന് മുറിച്ചു, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കയറ്റി മുറിച്ചു, പിന്നെ എരിയാണിക്ക് മുറിച്ചു, പിന്നെ മുട്ടുംകാലം മുറിച്ചു, പിന്നെ തൊടയുടെ അവിടുന്ന് അങ്ങോട്ട് മുട്ടി മുറിച്ചൊഴിവാക്കി. എന്നിട്ട് ജീവിച്ചോ? ഇല്ല, മരിച്ചു. നാളെ പരലോകത്തെത്തി. നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഇബാദത്ത് ചെയ്യുക, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ? ഇത്രയധികം അസഹ്യമായ വേദന സഹിച്ചിട്ട് ഹദീസുകളിൽ പറയാം, ഓരോ നഖങ്ങളും ഇങ്ങനെ നീണ്ടു നിവർന്നിട്ട് ചെമ്പിന്റെ നഖങ്ങളായിരിക്കും അത്രയും നീട്ടിയിട്ടുണ്ടാവും. എന്താ കാരണം അറിയോ? ദുനിയാവിൽ മനുഷ്യനെ പച്ചക്ക് മാന്തി തിന്ന ആൾക്കാരാ അവര്. നാളെ അവിടെ അവനവന്റെ ശരീരം മാന്തി തിന്നും. തൊടവാത്താത്രേ ഏറ്റവും കൂടി ഇറച്ചിയുള്ള ഭാഗത്ത് മാന്തിയിട്ട് അവരവനെ തിന്നു തീർക്കുക. രക്ഷപ്പെടാൻ വേണ്ടി ആ നഖങ്ങൾ ഉപയോഗിച്ച് നരകത്തിന്റെ മുകളിലേക്ക് മാന്തി കയറി വരും. എന്നിട്ട് മുകളിലെത്തുമ്പോൾ നരകത്തിന്റെ കാവൽക്കാരൻ മാലിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ദണ്ട് കൊണ്ട് താഴത്തേക്ക് കുത്തിയിടും, വീണ്ടും കയറി വരും. എത്രയെന്നറിയോ? 70 വർഷം വേണം അടിയിന്ന് മുകളിലേക്ക് എത്താൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ശബ്ദം കേട്ട സ്വഹാബത്തെ നിങ്ങളെന്ന് ചോദിച്ചു. അല്ലാഹു റസൂലെ കേട്ടു. എന്താണ് ആ ശബ്ദം? 70 വർഷം മുൻപ് നരകത്തിലേക്കിട്ട കല്ല് ഇപ്പോഴാണ് അതിന്റെ അടിത്തട്ടിലെത്തുന്നത്. എന്നിട്ടും ആ മാലിക്കിനോട് നിലവിളിച്ചോട് പറയും, മാലിക്കേ, ഇതിൽ കിടക്കാൻ വയ്യ ഞങ്ങൾക്ക്, നീ ഒന്ന് റബ്ബിനോട് പറയ് ഞങ്ങളെ ഈ നരകത്തിലിട്ട് കൊന്നുതരാൻ. ഇവിടെ മരണമില്ല,
ജീവിതമുണ്ടോ? ഇതുമില്ല. ഇങ്ങനെ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഇവിടെ ജീവിക്കുന്ന 60, 70, 80 കൊല്ലക്കാരാണെങ്കിൽ നാളെ അവിടെ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. എത്രയാണോ ഉള്ളത് അതുവരെ കഴിഞ്ഞിരിക്കണം. അല്ലാഹ് പറയാ അങ്ങനെയുള്ള ഒരു ലഘൂകരണം യുഖഫഫ് അവിടെ ഉണ്ടാകുകയില്ല. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അവിടെ നിലവിളിക്കും അവര്. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹ് പറയാ വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ. അല്ലാഹ് ഇതൊന്ന് പുറത്താക്കിക്കൊണ്ട് ശിക്ഷകളെ ശിക്ഷിച്ചോ, പക്ഷെ ഇതൊന്ന് പുറത്താക്കിയിട്ട് ശിക്ഷിച്ചോ. ആമം വെച്ച കൈ കൊണ്ട് തല്ലുന്ന ആൾക്കാരോട് സംബന്ധിച്ച് പോലെ ആമം അഴിച്ചിട്ട് തല്ലാൻ, റൂമിൽ നിന്ന് സെല്ലിൽ നിന്ന് മാറ്റി ഇറക്കിയിട്ട് തല്ലാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ജീവിതമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് പറയാ ഇതൊന്ന് പുറത്താക്കിയിട്ട് ശിക്ഷിച്ചോ റബ്ബേ, ഒന്ന് പുറത്താക്കിക്കൊണ്ട് റബ്ബേ. എന്നിട്ടോ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങളവിടെ പള്ളിയിൽ പോകാത്ത ആൾക്കാരാ, നിസ്കരിക്കാത്ത ആൾക്കാരാ. ഒരു കുട്ടി ചെറുപ്പത്തിൽ പറഞ്ഞേ, മലപ്പുറം ഭാഷയിൽ പറയുന്ന കേട്ടോ, 27-ാം വെള്ളിയാഴ്ചയും വന്നിട്ട് എൻ്റെ വാപ്പ പള്ളിയിൽ പോയില്ലാന്ന്. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരില്ലേ? നമ്മുടെ അയലോക്കത്ത് അങ്ങനത്തെ ആൾക്കാരില്ലേ? ചുറ്റുപാടിൽ അങ്ങനത്തെ ആൾക്കാരില്ലേ? എന്നിട്ട് അവര് മരിച്ചാൽ പിന്നെ ആ മയ്യത്തിന്റെ പിന്നാലെ ഇങ്ങനെ ചോണനുറുമ്പ് മുട്ടയും കൊണ്ട് പോണാല് പിന്നാലെ മയ്യത്തുനിന്നായി പോകുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ? അവരൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വളർന്നു വരുന്നത്? ഇത് തന്നെ അവസ്ഥ. എന്ത് ചെയ്താൽ ആരും ചോദിക്കാനില്ല. പടച്ചോനെ പേടിയിലും പടപ്പുകളെ പേടിച്ചെങ്കിലും വേണ്ടേ? ഇല്ല, അത് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വൈറല്ലദീന അമൽ, ഞങ്ങൾ ചെയ്യാതെ ബാക്കി വെച്ച് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീര. അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഏതെങ്കിലും ആഫ്രിക്കൻ വനാന്തരങ്ങളിലായിരുന്നോ? ആൾതാമസമില്ലാത്ത നാടുകളിലായിരുന്നു? കാടുകളിൽ ജീവിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ? ഒന്നുമല്ലല്ലോ. അലം നുഅമ്മിറുകും, ഒരായുഷ്കാലം നിങ്ങൾക്ക് നൽകിയില്ലേ? തെറ്റ് ചെയ്യാൻ എത്രയാണുള്ളത്? 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറി വന്നൊരു ദിവസം എടുത്ത് വിചാരിച്ചോ? അതൊന്ന് രക്ഷപ്പെടാനോ അസ്തഗ്ഫിറുല്ലാഹ് സെക്കൻഡുകൾ മതി. ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന സെക്കൻഡുകൾ ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ആയുഷ്കാലത്തിന്റെ വാലിഡിറ്റിയാണ് നൽകിയത്. ഒരു ദിവസമല്ല. ഇന്ന് വെള്ളിയാഴ്ചകൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ലാസ്റ്റ് ഫ്യൂസ് ഊരി കൊണ്ടുപോകും KCB കാരന്റെ വാണിംഗ്. വേഗം കൊണ്ടുപോയി കറണ്ട് ബില്ല് എവിടെ നിന്നൊക്കെയോ കടം വാങ്ങി അടച്ചു. മൊബൈൽ കട്ടാവും, കാശ് വാങ്ങി കടം വാങ്ങിയിട്ട് അടച്ചു അല്ലേ? പലതും ചെയ്തു. അല്ലാഹ് പറഞ്ഞു അങ്ങനെ ഒരു ലാസ്റ്റ് ദിവസം ഇല്ല. മരണം വരെയും അല്ലാഹു അവധി നീട്ടി നൽകി. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുക അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഈ ചിന്തിക്കലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ലോകമുണ്ടായിരുന്നില്ലേ? അവിടുന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്താ പറയാ സഹോദരന്മാര്? എനിക്കറിയില്ല. എന്റെ കയ്യിലുള്ള മൊബൈല് വാട്സപ്പിൽ അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നെറ്റിൽ നോക്കിയിട്ട് അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നിട്ടും നാളെ പോയിട്ട് ഇങ്ങനെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വീഴുന്ന നരകമെന്ന സഖറിന്റെ മറ്റൊരു പേര് കാണാൻ പറ്റും. അവിടെ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയാ മാ സലഖകും ഫീ സഖർ. മലക്കുകൾക്ക് പോലും അറിവ് തോന്നുന്ന രംഗം മാത്രമേ അത്ര. അതുകൊണ്ട് നരകത്തിന്റെ കാവൽക്കാർ ഈ മനുഷ്യന്മാരോട് ചോദിക്കും, ഓ എന്റെ മനുഷ്യന്മാരെ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖർ എന്ന നരകത്തിൽ വന്നു വീണത്? അതിന്റെ മറുപടി നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. എന്റെ വാപ്പ ചോറ് കൊണ്ടുവന്നിരുന്ന ആളാ, അരിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നാട്ടുകാരെ മുഴുവൻ എന്ത് പണിയെടുത്തിരുന്ന ആളാ. പക്ഷെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് കുമ്പിടുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന മക്കളില്ലേ നമ്മുടെ നാട്ടില്? ഗൾഫിലൊക്കെ പോയി ആകെ 10 ദിവസത്തിനും 15 ദിവസത്തിനും മാസത്തിലാണ് വരിക. അതിന്റെ ഇടയിൽ ബാക്കി എല്ലാ ഭാഗത്തും ഊട്ടി, വീഗാലാൻഡ്, സിൽവസ്റ്റോ, മാതിരപ്പള്ളി, വാഴച്ചാല്, ഇനി എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ കൊണ്ടുപോയി തിന്നാൻ പറ്റുന്നൊക്കെ തിന്നാൻ കൊടുത്ത്, വാങ്ങാൻ പറ്റുന്നൊക്കെ വാങ്ങാൻ കൊടുത്ത് ആ മക്കൾ ഇതുവരെ ഉപ്പ ലോഹറിസ്കരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് ലം നകു മിനൽ മുസല്ലീൻ. അങ്ങനെ മറുപടി പറഞ്ഞു അവര് വരിക, ഞങ്ങൾ റമദാൻ മാസമായിരുന്നിട്ട് പോലും ക്യാരംസ് കളിക്കുന്ന ആളുകളായിരുന്നു. ഷീട്ട് കളിക്കാൻ ക്ലബിൽ പോയിരുന്നാൽ അവിടുന്ന് വലിയ ആളുകളൊക്കെ തന്ത വൈബ് പറഞ്ഞ് ഞങ്ങൾ ആട്ടിവിടുമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മൊബൈലിൽ ഇരുന്നിട്ട് ഷീട്ട് കളിക്കുന്ന ആളുകളായിരുന്നു, ഗെയിംസ് കളിക്കുന്ന ആളുകളായിരുന്നു. സമയം ചെലവ്, ടൈം പാസ്. എന്തിന്? നോമ്പ് പിടിച്ച ക്ഷീണം മാറാൻ വേണ്ടി ടൈം പാസ് കണ്ടെത്തുന്ന ആൾക്കാരും. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നോമ്പ് പിടിച്ചിട്ട് നിസ്കരിക്കാത്ത ആളുകളും.
തന്നിഷ്ടത്തിൽ ആറാടി ഞങ്ങൾ തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. ഏതുവരെ അല്ലാഹു പറയാ ജീവൻ, റൂഹ്, പ്രാണൻ, ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. കാലൊക്കെ തണുത്തു, കാല് തണുത്തു, അര തണുത്തു, കഴുത്ത് തണുത്തു, നെഞ്ചിന്റെ കുഴി തണുത്തു, നെഞ്ചത്ത് വെച്ച് പോകുമ്പോൾ തണുത്തു, കുരള വെച്ച് നോക്കി എല്ലാ ഭാഗത്തും തണുപ്പാണ്. പക്ഷെ ചാട്ടം മാത്രം ബാക്കിയുണ്ട്, അനക്കം ബാക്കിയുണ്ട്, ഞെരക്കം ബാക്കിയുണ്ട്. ഇടക്കൊന്ന് കണ്ണു തുറക്കുന്നുണ്ട്, വായ തുറക്കുന്നുണ്ട്, വേറൊന്നുമില്ല. വിരലൊക്കെ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടമെത്തിയാൽ ക്ഷമിക്കാൻ വയ്യാത്തത്, സഹിക്കാൻ വയ്യാത്തത്, റൂഹിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ വേദനല്ലേ, അത് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്, സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് വലത്തേ കാല് ഇടത്തേ കാലിന്റെ മുകളിൽ വെച്ച് അരയ്ക്കുന്നുണ്ട്, ഉരയ്ക്കുന്നുണ്ട്. ആ കാലിലെ തോലുകൾ പോയിട്ടുണ്ട്. എത്ര? ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ കടന്നിട്ട് സക്കറാത്തിന്റെ ഹാലിൽ കടന്നിട്ട് ഈ കാലും പടച്ചു വെച്ചിട്ടുള്ള ഉരയ്ക്കൽ തുടങ്ങിയിട്ട് അവിടെ മുറിവ് പറ്റിയിട്ടുണ്ട്. റബ്ബിന്റെ അരികിലേക്ക് മടങ്ങി പോവുകയാണെന്ന് അവൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെയായിത്തീരുന്ന ഒരാളെ പറ്റി പറഞ്ഞ കേട്ടതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അത് സത്യപ്പെടുത്താതെ പോയവനാ, നിസ്കരിക്കാത്തവനാ. സഹോദരങ്ങളെ, ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരായി കുറ്റമറ്റവരെന്ന് പറയാൻ ആരുമില്ല എന്ന് തിരിച്ചറിയാമല്ലോ. ഇനിയും സമയമുണ്ട്, അവസരങ്ങളുണ്ട്. അവസാനിക്കുന്ന മണിക്കൂറുകൾ റബ്ബിനോട് താണുവീണ് കേണ് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ നടത്തി തൗബ നേടിയെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. അത് നേടിയെടുക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക. വന്നുപോയ വീഴ്ചകൾ മുഴുവനും റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി, പൊറുക്കലിനെ തേടാൻ വേണ്ടി നീട്ടിവെക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഫഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം പല മുഹദ്ദിസുകളായ ആളുകൾ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ പലവരും കേട്ടതാണ്. എന്നിരുന്നാൽ പോലും സാന്ദർഭികമായി ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഇർതഖൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബരി ദറജതൻ. അവിടുന്ന് നമ്മൾ മിമ്പറിനൊക്കെ 3 പടി വേണം എന്ന് തീരുമാനിച്ചത് അവിടുന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് പടിങ്ങനെ കയറുക. എന്തിനാ മിമ്പർ? ആഴ്ചയിൽ ഒരു 30 ദിവസം അല്ല 30 മിനിറ്റ് ഉപയോഗിക്കാനാണെങ്കിൽ ഇതിങ്ങനെ വലിച്ചു വെക്കുന്ന എന്തെങ്കിലും സംവിധാനം മതിയായിരുന്നില്ലേ? റസൂലുള്ള മിമ്പറിലല്ലാതെ അത്യപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചത്. എന്തെങ്കിലും ഒന്ന് പറയാണ്ടോ ഓടി ഇതിൻ്റെ മുകളിൽ കയറും. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി എന്തെങ്കിലും ക്ലാസ് എടുത്ത് ആകെ പേച്ചാറാണ്. ഖതീബ് ഖുത്ബ പറയല്ലാതെ വേറൊന്നും നിർവഹിക്കാൻ പാടില്ല. പിന്നെ എന്തിനായി സാധനം? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ 1ാമത്തെ പടിയിൽ കയറി. ഫഖാല ആമീൻ. സുമ്മർതഖ സാനിയ, 2ാമത്തെ പടിയിൽ കയറിയപ്പോഴും ആമീൻ പറഞ്ഞു. സുമ്മർതഖ സാലിസ്, 3ാമത്തെ പടിയിൽ കയറിയപ്പോഴും ആമീൻ പറഞ്ഞു. സുമ്മസ്തവ ഫജലസ ഫഖാൽ അസ്ഹാബുഹു, എന്നിട്ട് അവിടെ ഇരുന്നു ശരിയായ രൂപത്തിൽ. ഇതുപോലത്തെ സംവിധാനമൊന്നുമില്ല, നമ്മുടെ പഴയ പള്ളിയിലൊക്കെ ഉള്ള പോലത്തെ ഓപ്പൺ ആയിട്ടുള്ള സംവിധാനം. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആതാനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവർ കണ്ടിട്ടില്ലാത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതുമായ ഒരു സംഭവം അദ്ദേഹം സഹാബത്തിനോട് പറയാം. ആതാനി, എൻ്റെ അരികിൽ വന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഫഖാല റഗമ അൻഫുൻ, റഗമ അൻഫു ഇംരിഇൻ, മറ്റൊരു ഭാഗത്ത് മർഇൻ, ഇൻസാൻ, ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിലൊക്കെ അത് കേട്ട സഹാബത്ത് അവർ ഉൾക്കൊണ്ട രൂപത്തിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് പറഞ്ഞു, ദകർത ഇൻദഹു ഫലം യുസല്ലി അലൈക. അല്ലാഹുവിൻ്റെ റസൂലേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയാം, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ പേര് ഒരു വിഭാഗം ആളുകളുടെ അരികിൽ അല്ലെങ്കിൽ ഒരാളുടെ അരികിൽ വെച്ച് പരാമർശിക്കപ്പെട്ടു. ഫലം യുസല്ലി അലൈക, എന്നിട്ട് നിങ്ങൾക്ക് സല്ലല്ലാഹു അലാ
എന്ന് പറയാൻ, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ, അത് നമ്മളിപ്പോൾ പോയി എവിടെത്തി മനസ്സിലുണ്ടെന്നാ പറയാം. മനസ്സിലുള്ളത് വേറെയാണ്, അത് പലതും ഉണ്ടാവാം. ഇത് പറയണമെന്നാണ് പറഞ്ഞത്. എന്നാൽ എല്ലാവരും കൂടി ഒച്ചയും ബഹളം ഉണ്ടാക്കി പറയണോ? വേണ്ട. അതൊന്ന് നാവ് ഇളകുന്ന രൂപത്തിലെങ്കിലും പറയാൻ ഒരാൾ മെനക്കെട്ടില്ല എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അതാണ് റഹമ അൻഫു എന്ന് പറയാൻ, നശിക്കട്ടെ, ശാപം ഉണ്ടാകട്ടെ എന്ന റസൂൽ കേട്ട് മിണ്ടാതിരുന്നു. മറ്റേ ഹദീസിലുള്ള ഖുൽ ആമീൻ, അല്ലാഹു റസൂൽ നിങ്ങൾ ആമീൻ എന്ന് പറയും. നിങ്ങളെന്താ ഉണ്ടായിരിക്കണത്? സഹാബത്തിനോടും ശേഷം വരുന്ന ഉമ്മത്തിനോടൊക്കെ അങ്ങേയറ്റം അലിവും ആർദ്രതയും ഉള്ളതുകൊണ്ട് റസൂൽ ഉണ്ടായിരുന്നതാ. എൻ്റെ വകയായിട്ടൊരു ശാപം അവർക്ക് കിട്ടരുതെന്ന് വിചാരിച്ചിട്ട്, ഞാനായിട്ട് ആരും ശപിക്കരുതെന്ന് വിചാരിച്ചു, എന്റെ വകയായിട്ട് ഒരാൾക്കും ഒരു ശല്യം ഉണ്ടാകരുത് വിചാരിച്ചു റസൂൽ ഉണ്ടായിരുന്നപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഖുൽ ആമീൻ, അല്ലാഹു റസൂൽ നിങ്ങൾ ആമീൻ പറയും. ഫഖുൽതു ആമീൻ, അദ്ദേഹം പറഞ്ഞു ആമീൻ. രണ്ടാമത് പറഞ്ഞു മൻ നദറക അബവൈഹി, ഒരാൾക്ക് മാതാവിനെയോ പിതാവിനെയോ, വേറൊരു ഹദീസിലുള്ളത് ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, ഒന്നുകിൽ ഉമ്മാനെ കിട്ടി അല്ലെങ്കിൽ ഉപ്പാനെ കിട്ടി, എന്നിട്ട് അവരെ ഉപയോഗപ്പെടുത്തി. എന്തിന്? അവരെ കഴുത്തിലുള്ള കാതിലുള്ള ചുറ്റ് മുഴുവൻ എങ്ങനെ കിട്ടാൻ പറ്റും, അവരുടെ അടുത്തുള്ള മോതിരം എങ്ങനെ ഊരിയെടുക്കാൻ പറ്റും, അവരുടെ തോട്ടം തൊടിയും പറമ്പും എങ്ങനെ മെല്ലെ മരിക്കാൻ നേരത്തെ തള്ളവരൽ അമർത്തിയിട്ട് മുദ്രപത്രത്തിൽ ഒപ്പ് വെച്ചിട്ട് പവർ ഓഫ് ഇതിന്റെ പേരിൽ കാക്കാൻ പറ്റും. അതൊക്കെ ദുനിയാവ് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അതല്ല ഒരു മുഅ്മിനായ വിശ്വാസിയായ ഒരു ആൾ നോക്കേണ്ട. എങ്ങനെ അറിയോ? അതൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല. ചിലപ്പോൾ അവനാന്റെ കയ്യിൽ ഒരുപാട് കാശ് ചിലവായിട്ടുണ്ടാവും. 65-70 വയസ്സായ ഒരാൾക്ക് ഇതിന്റെ ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ചിന്തിക്കുന്ന അറിയോ? അത് ഇറക്കി വിറ്റ് തിരിച്ചു കിട്ടും ആള്. പിന്നെന്തിനാ ഈ 5-6 ലക്ഷം രൂപ ചിലവാക്കണത്? അതുകൊണ്ട് വേണ്ടാ നോക്കും. ഒരു മകൻ, വിശ്വാസിയായ ഒരു മകനാ, എൻ്റെ ഉമ്മാനെ എൻ്റെ പാപ്പാനെ അങ്ങനെ ചികിത്സിച്ച് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു മകന് ചെയ്യാൻ, ഇന്നിപ്പോ ലക്ഷാധിപതിയായി ഞാൻ ജീവിക്കാൻ കാരണം ഈ കാണുന്ന സാധന. അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തു നോക്കുക, റബ്ബിനോട് ദുആ ചെയ്തു, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യൻ അത് ചെയ്തു. എന്നാൽ വേറൊരാൾ ചെയ്തില്ല. അങ്ങനെ അതുവഴി സ്വർഗം കിട്ടേണ്ടുന്ന വഴി അയാൾ തന്നെ അടച്ചു. എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാതിരുന്നു. കാരണം മനുഷ്യനാണല്ലോ, ചിലപ്പോൾ സ്വത്തിനോടും സമ്പാദ്യത്തോടും ഒക്കെ മാതാപിതാക്കളുടെ സമീപനങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ അനിഷ്ടകരമായി സംഭവിച്ചു പോയെങ്കിൽ, ഒരു അബദ്ധവശാലും മനുഷ്യനങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ പടച്ചവനാൾ പുറത്തു കൊടുത്തോട്ടെ, ഞാനായിട്ട് ഇനി അതിന് ആ ഒരു രൂപത്തിൽ ശാപത്തിന് ആമീൻ പറയേണ്ടില്ല. ആമീൻ, അല്ലാഹു റസൂൽ നിങ്ങൾ ആമീൻ പറയും. വീണ്ടും ആമീൻ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. മറ്റൊരു ഹദീസിലുള്ളത് അതിനെ അവൻ അങ്ങനെ തള്ളി വിട്ടു, വിട പറഞ്ഞു. ഭയങ്കര ആഘോഷം. ശവ്വാൽ 1 കാണുമ്പോഴത്തേക്ക് പിന്നെ കംപ്ലീറ്റ് കുട്ടികൾ പടക്കം പൊട്ടിച്ചിട്ടും വണ്ടിയായിട്ടും PP ആയിട്ടും റോട്ടിൽ കൂടി അങ്ങാടി. ഈ മക്കളൊക്കെ തന്നെ പള്ളി കയറേണ്ടി വേണ്ടത് അതില്ല. ആ റമളാൻ കൊണ്ട് കിട്ടേണ്ടതില്ല തൂക്കം കൂടാനോ അല്ലെങ്കിൽ വയറ് കുറയാനോ പ്രഷറും കൊളസ്ട്രോളും മറ്റുള്ളതൊക്കെ ഒരു നോർമലായി കിട്ടാനോ ഇതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട് കിട്ടേണ്ടത് മഗ്ഫിറത്താണ്. ഫലം യുഗ്ഫർ ലഹു, അവന്റെ പാപമൊന്നും അല്ലാഹു പുറത്തില്ല. എങ്ങനെ അല്ലാഹു പൊറുക്കുക? അല്ലാഹു ഇറങ്ങി വന്നിട്ട് പുറത്തു വരുമോ? അവനവൻ്റെ താടിയും തലമുടിയും നേരാക്കണമെങ്കിൽ പോലും പഴയ കാലത്തെ കൊസാമാർ വീട്ടിലേക്ക് വന്നിരുന്നു. ഇപ്പം അങ്ങനെ വരുമോ? വിളിച്ചാലേ വരുള്ളൂ, അല്ലെങ്കിൽ അവിടെ ചെന്നിരിക്കണം. ഒരു സാമാന്യ മര്യാദയാണ്. റബ്ബ് ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ഒരു ആയുഷ്കാലം നൽകിയിട്ടും ജീവിക്കാൻ ഒരു 4 വെള്ളിയാഴ്ച തന്നിട്ടും ഇതുവരെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരിലെ സഹോദരന്മാരെ കോമാ സ്റ്റേജിൽ കിടക്കുന്നത്, നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരിലെ വാട്ടർ ബെഡിലും എയർ ബെഡിലും കിടക്കുന്നത്, മലത്തിനും ട്യൂബ് ഇട്ടിട്ട് കിടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടില്ലേ. നോമ്പ് പിടിക്കാൻ കഴിയാത്തവരില്ലേ, ഏത്തിക്കാഫിരിക്കാൻ പറ്റാത്തവരില്ലേ. അവിടെ നിന്നൊക്കെ അള്ളാഹു നമ്മളെ മാറ്റി ഈ രൂപത്തിലാക്കി തീർത്തില്ലേ. ആ പരിശുദ്ധമായ റമളാൻ കിട്ടിയിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ഇനിയും നിരാശപ്പെടണം കേട്ടോ. ഈ ജുമാക്ക് ഇവിടെ ഇരുന്നത് ഇപ്പൊ നിങ്ങൾ നിയ്യത്ത് ചെയ്തോ, ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ്, 2 ദിവസം ബാക്കിയുണ്ട്. ആ 2 ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു രാത്രിയുടെ ഉള്ളിൽ ഞാൻ എന്റെ റബ്ബുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവനോട് എന്റെ കറുത്ത അധ്യായങ്ങൾ വെളുപ്പിച്ചു തരാൻ വേണ്ടി തൗബ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ അല്ലാഹു അതിനുള്ള അവസരം തരും. ഒരുങ്ങുക, അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് തയ്യാറാകാത്ത ഒരുത്തനുണ്ട് എങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ആ ശാപമെങ്ങാനും നമുക്ക് ഭവിച്ചെങ്കിൽ ആ ജീവനാന്ത ശാപം വേറികളായി നമ്മൾ ജീവിക്കേണ്ടി വരും, നരകത്തിലെത്തും. അതുകൊണ്ട് ഈ റമളാനോട് വിട പറയും മുമ്പ്
ജീവിതം ശുദ്ധീകരിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് മുഴുവനും അള്ളാഹു മറച്ചു വെച്ച് സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രാദികൾ, അയൽവാസികൾ, കൂട്ടുകാർ തുടങ്ങി മുഴുവനും ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രിയിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാബിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ പരസഹായം കൂടാതെ ജീവിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണസമയത്ത് അഫ്ദൽ ദിക്ർ എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞ് കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിയോടുകൂടി മരിക്കാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ, കുടുംബപരമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിന്റെ അരികിൽ നിന്ന് ഐന സ്വാഇമൂൻ, നോമ്പുകാരെവിടെ എന്ന് ചോദിക്കുമ്പോൾ സഅദൈക റബ്ബ റബ്ബൈക ലബ്ബൈക വസഅദൈക എന്ന് പറയുന്ന റബ്ബേ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നത്തു ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ നാം ചെറുതെങ്കിൽ ചെറുതും നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അവശേഷിക്കുന്നതിന്റെ രാവിലും പകലിലുമൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്താനും അതുവഴി മഗ്ഫിറത്ത് നേടിയെടുക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ റബ്ബിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പാപക്കറയില്ലാത്തവരായി സംശുദ്ധമായ ഹൃദയത്തോട് നിൽക്കാൻ കഴിയുന്ന വിധം ജീവിതം ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിമായി പിറന്നു എന്നതിന്റെ പേരിൽ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പ്രയാസങ്ങൾക്കും കഷ്ടതകൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയമാക്കപ്പെട്ട ഒരുപറ്റം ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഫലസ്തീനുള്ള ആളുകൾ. അല്ലാഹുമ്മ ഉൻസുരിൽ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ ഉൻസുരിൽ അല്ലാഹുവേ അവർക്ക് നീ അർഹമായ വിജയവും സഹായവും നൽകി അനുഗ്രഹിക്കണമേ. നാളെ ജന്നാത്തുൻ നഈമിൽ അവരോടൊപ്പം ഇസ്സത്തോടുകൂടി അവർക്ക് മുൻപ് കഴിഞ്ഞു പോയവർക്ക് ഷഹാദത്തിന്റെ കൂലി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.